സേതു സാർ അങ്ങനെ വൈജയന്തിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മാഡം ഒരു ദിവസം ലീവായിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസിൽ ഒരു തെളിച്ചും ഉണ്ടാവില്ല വെളിച്ചം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് മാഡത്തിന് എത്ര എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ടെൻഷനൊന്നും ഉണ്ടാവാറില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അല്ലെങ്കിലും മാഡത്തിന് വീട്ടിൽ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ആ സാറ് ചോദിക്കുന്ന സമയത്ത് വീട്ടിലെ പ്രശ്നങ്ങളേ ഉള്ളൂ, വേണമെങ്കിൽ 2-3 പറയാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ കാല് സുഖമില്ലാതിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ അവിടെ അമ്മേനെ നോക്കാനായിട്ട് ഒരു ജോലിക്കാരി വന്നിട്ടുണ്ട്, അവളാണെങ്കിൽ ചെറുപ്പം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ തറവാട്ടിലല്ലേ എന്നിങ്ങനെ സേതു സാറ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയല്ലേ, ഞാനും കൂടെ നോക്കേണ്ട, ശ്രദ്ധ കിട്ടേണ്ട സമയമല്ലേ, അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ജോലിക്കാരിയാണ് പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് സേതു സാറ് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മളിങ്ങനെ അവരെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാണ്. അല്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എപ്പോഴും മനസ്സിലൊരു അസംതൃപ്തി ഉണ്ടാവും, നമുക്ക് അതിനേക്കാളും നല്ലൊരു ബന്ധം കിട്ടിയേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഡോറിന് ആരോ തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേതു സാർ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, സമയം അങ്ങനെ 2:30 ആയിട്ടുള്ളൂ, പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ വൈജയ മാഡത്തിന് ക്ലയൻസ് ഉണ്ടല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫീൽഡിൽ പോകണം എന്നൊക്കെ വൈജയന്തി അയാളോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ശരി, ഞാൻ അപ്പുറത്തെ ക്യാബിനിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശീനെയും കണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് വൈജയന്തി. അപ്പോൾ മുത്തശ്ശിയുടെ കാലിൻ്റെ പ്ലാസ്റ്റർ വെട്ടിയിട്ട് വേറെ പുതിയത് ഇടാനായിട്ട് വന്നതാണ് കേട്ടോ. മുത്തശ്ശി ആ സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി എനിക്ക് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഡോക്ടർ പറയും, അങ്ങനെ പെട്ടെന്നൊന്നും നടക്കാൻ പറ്റില്ല, കുറേ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ കിടന്നതല്ലേ, അതുകൊണ്ട് കാലൊക്കെ ഒന്ന് വഴങ്ങി കിട്ടണം, അതുകൊണ്ട് മുട്ടിൻ്റെ താഴേക്ക് വേറെ ഒരു പ്ലാസ്റ്ററും കൂടെ ഇടണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യം ഉണ്ടായിരുന്ന പ്ലാസ്റ്ററൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് ബാലേന്ദ്രൻ വരികയാണ്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ കാര്യമൊക്കെ ചോദിക്കുകയാണ് വൈജയന്തിനോട്, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പഴയ പ്ലാസ്റ്ററൊക്കെ മാറ്റി ഇപ്പോൾ മുട്ടിന് താഴേക്ക് വേറൊരു പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് എന്ന് പറയും. ഇനിയിപ്പോൾ ഇങ്ങനെ തൈലൊക്കെ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം എന്ന് പറയുകയാണ്. ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് തന്നെ കാലൊന്ന് വഴങ്ങി കിട്ടണം എന്നൊക്കെ ബാലേന്ദ്രനോട് വൈജയന്തി പറയുകയാണ്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ വിശേഷമൊക്കെ ചോദിച്ചിട്ട് ബാലേന്ദ്രൻ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് മുത്തശ്ശീനാണെങ്കിൽ അലീന ഭക്ഷണം കഴിക്കാനായിട്ട് വീൽ ചെയറിൽ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് എണീക്കുന്നതാണ് മുത്തശ്ശി കാണുന്നത്. അപ്പോൾ നീ ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കൊന്ന് ഓഫീസ് വരെ പോകണമെന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇന്ന് ലീവ് അല്ലേ എന്ന് കേട്ടോ. എനിക്ക് ഓഫീസിൽ പോകണം, അവിടെ കുറച്ചും കൂടെ വർക്ക് ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അമ്മ സാവധാനം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശീനോട് യാത്രയൊക്കെ പറഞ്ഞ് വൈജയന്തി അവിടെ നിന്ന് പോവാണ്. അലീന മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി അലീനയോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ ഇനി ഊണുമേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളത്, ഒക്കെ നീ വന്നതുകൊണ്ടാണ്, നീ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും പറ്റില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുകയാണ്, അങ്ങനെയൊന്നും പറയണ്ട, നമുക്കൊക്കെ ദൈവം ഓരോ ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്, അതെത്താതെ ആർക്കും പോകാൻ പറ്റില്ല എന്ന് പറയട്ടോ. എന്നിട്ട് മുത്തശ്ശിക്ക് ചോറും കറികളും ഒക്കെ വിളമ്പി കൊടുക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു അലീനയോട്, നീ കഴിച്ചോ എന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് അലീന അവിടെ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, നീ ഭക്ഷണം കഴിച്ചോ എന്ന്. അപ്പോൾ ഞാൻ കഴിച്ചില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ എന്ന് അലീന പറയുമ്പോൾ, എന്നാൽ പിന്നെ നീ ഒരു പ്ലേറ്റ് എടുക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അതെന്താ ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ വഴക്ക് പറയുമോ എന്ന് വിചാരിച്ചിട്ടാണോ, ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വൈജമോള് പോയില്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഒന്നുകിൽ ഇവിടെ ഇരുന്ന് കഴിക്കാൻ സാറോ മേഡോ പറയണം, അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കില്ല എന്ന് പറയും. പിന്നീട് അലീന പറയാണ്, ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ല, ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത എനിക്കാണ് കൂടുതലെന്ന് മാഡം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കൂട്ടോ. പെട്ടെന്ന് തന്നെ അലീന പറയാണ്, ഞാൻ വെറുതെ ഓരോ പൊട്ടത്തരം പറയുന്നതാണ്, മുത്തശ്ശി കഴിക്കുകയെന്ന് പറയും കേട്ടോ. പിന്നീട് അവിടെ വൈജയന്തി കഴിച്ചിട്ട് പോയിരുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ വേസ്റ്റൊക്കെ എടുത്തിട്ട് അലീന പറയാണ്, ഞാനിത് നായകൾക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം, അവരിപ്പോൾ എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പാവം എന്നിങ്ങനെ പറയേ. പിന്നീട് ഹരിയാണെങ്കിൽ രോഹിത്തിനെ വിളിച്ചിട്ട് അലീനയോട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയും, ഞാൻ ആ ടൈപ്പൊന്നുമല്ല, എനിക്കിങ്ങനെ അവളോട് അങ്ങനെ സംസാരിക്കാനൊന്നും തോന്നില്ല, അവളുടെ ഇന്നസെൻറ്റും ഒക്കെ കാണുന്ന സമയത്ത് എനിക്കെന്തോ പേടിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നീ അങ്ങനെ പേടിച്ച് നിന്നാൽ ആരും നിൻ്റെ പിറകെ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നീ ആദ്യം അവളുടെ കയ്യിൽ നിന്ന് ചായയോ കാപ്പിയോ ഒക്കെ
വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് കുടിച്ചിട്ട് അത് നല്ലതാണെന്ന് പറയണം. പിന്നെ ഇടയ്ക്ക് 100 200 ടിപ്പ് കൊടുക്കണം. പിന്നെ പതിയെ അവൾ നിൻ്റെ വഴിക്ക് വന്നോളും എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അവളോട് സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് അവൾ മുഖത്തടിച്ച പോലെ എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരിയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ രോഹിത് ചോദിക്കുന്നുണ്ടായിരുന്നു, അവൾ ഇതുവരെ അവിടെ ആയിരുന്നല്ലോ, അന്ന് നിന്നോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയാണ്, അതൊന്നും ഫോണിലൂടെ പറയാൻ പറ്റില്ല, അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ഹരീനെ വിളിക്കുന്നുണ്ട് രോഹിത്. അപ്പോൾ എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ, ഇവിടെ മനുവേട്ടനും ഇല്ല അച്ഛനും ഇല്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എന്തായാലും ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഹരി രോഹിത്തിനോട് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ രോഹിത്താണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ അച്ഛനും അമ്മയും പൈസ എണ്ണിയാണ് വെക്കുന്നത്, ഞാനിങ്ങനെ കഷ്ടപ്പെട്ടാണ് അടിച്ചു മാറ്റുന്നതെന്ന് പറയും കേട്ടോ. ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ നിൻ്റെ കടമൊക്കെ വീട്ടിയതാണല്ലോ അച്ഛൻ ദുബായിക്ക് പോകുന്ന സമയത്ത് എന്ന് പറയും കേട്ടോ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ എളുപ്പമാണ്, പക്ഷേ അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണെന്നിങ്ങനെ ഹരി പറയുകയാണ്. പിന്നീട് കാശ് വല്ലതും ഉണ്ടെങ്കിൽ അയക്കിട്ടോ, ഒരു 500 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ ഹരി പറയുന്നത്. എന്നിട്ട് പിന്നെ കോള് കട്ടിന് ശേഷം ബാലചന്ദ്രനാണെങ്കിൽ മേശയിലേക്കാകെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വെച്ച പൈസയിൽ നിന്ന് ഒരു 1000 രൂപ കാണാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വൈജയന്തിനോട് ചോദിക്കുകയാണ് കേട്ടോ, ഞാനിവിടെ ഒരു 7300 രൂപ വെച്ചിരുന്നു, അതിൽ നിന്ന് ഇപ്പോൾ ഒരു 1000 രൂപ കാണാനില്ല, നീ എടുത്തോന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി വന്ന് ഇങ്ങനെ അത് എണ്ണി നോക്കുന്നുണ്ട് കേട്ടോ. ഇത് 6300 ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതല്ലേ പറഞ്ഞത് 7300 വെച്ചെന്ന്, ഇപ്പോൾ 1000 രൂപ കാണാനില്ല എന്നുള്ളത്, നീ എടുത്തോന്ന് ചോദിക്കുമ്പോൾ ഞാൻ എടുത്തില്ല എന്ന് പറയും. എന്നാൽ പിന്നെ ബബിതേനോടോ രോഹിത്തിനോട് ചോദിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. ഇത് അവരൊന്നും എടുത്തതല്ല, അവളായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അലീനയെ കുറിച്ചാണ് പറയുന്നത്, അലീന എടുത്തതാവും എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നീ അവളെ വെറുതെ സംശയിക്കരുത്, മോതിരത്തിൻ്റെ കാര്യം നിനക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അതിലെനിക്കിപ്പോഴും അവളെ തന്നെയാണ് സംശയം. നമ്മൾ അവളെ പിടിക്കുമെന്നായപ്പോൾ അവൾ തന്നെ ചിലപ്പോൾ എൻ്റെ പേഴ്സിലത് തിരികെ കൊണ്ടുവച്ചതാവും എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, ഇങ്ങനെ വളഞ്ഞ വഴി ചിന്തിക്കാൻ നിന്നെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് പറയും. നീ വെറുതെ അവളെ സംശയിക്കേണ്ട, ബബിതേനെയും രോഹിത്തിനെയും വിളിച്ച് ചോദിക്കാൻ പറയുകയാണ് കേട്ടോ. പിന്നീട് ബാലചന്ദ്രനെ ബബിതേനെ വിളിക്കുന്നുണ്ടായിരുന്നു. ബബിതേനെ വിളിക്കുമ്പോൾ ബബിത ഓടി വരും, എന്താച്ചാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നീ എൻ്റെ പേഴ്സിൽ നിന്ന് 1000 രൂപ എടുത്തോ, നീ എടുത്തതിൽ കുഴപ്പമൊന്നുമില്ല, എന്തിനാ ആവശ്യം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല എന്ന് കേട്ടോ. പിന്നെ അതെവിടെ പോയി. പിന്നെ അതിനുശേഷം രോഹിത്തിനെ വിളിക്കുകയാണ് കേട്ടോ. രോഹിത്താണെങ്കിലും അവിടെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു, അവിടെ എന്താ പൈസ രോഹിത്താണല്ലോ എടുത്തത്. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ വിളിക്കുമ്പോൾ എന്താ അച്ചാന്ന് ചോദിച്ചിട്ടൊന്നും അറിയാത്ത പോലെ അവിടെ ഒന്നങ്ങ് നിൽക്കുകയാണ് കേട്ടോ സ്റ്റെയറിൻ്റെ മുകളിൽ. എന്നിട്ട് അതുപോലെ തന്നെ രോഹിത്തിനോടും ചോദിക്കുകയാണ്, നീ ഇങ്ങനെ 1000 രൂപ എടുത്തോ, എടുത്തതിൽ കുഴപ്പമൊന്നുമില്ല, എടുക്കുമ്പോൾ പറഞ്ഞിട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ രോഹിത് പറയുകയാണ്, ഞാൻ എടുത്തില്ല അച്ഛാന്ന് പറയട്ടോ. പിന്നെ ഇങ്ങനെ കാറ്റിന് പറന്നു പോയോ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛനെന്താ കൃഷ്ണമോളോട് ചോദിക്കാത്തതെന്ന് കേട്ടോ, അവൾ എടുക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് പറയുമ്പോൾ വൈജയന്തി അപ്പോഴേക്കും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്തുനിന്നുള്ള ആരുമല്ല, കള്ളനോ കള്ളിയോ ഇവിടെ തന്നെ ഉണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ അലീനയുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നത്. അലീന അടുക്കളയിൽ ഇങ്ങനെ തേങ്ങ ചെറുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് പൈസയ്ക്ക് വലിയ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയും, ഞാൻ തരാം, നീ ആരുടെ അടുത്തുനിന്നെങ്കിലും കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരുടെ അടുത്തൊന്നും കടം വാങ്ങിച്ചിട്ടില്ല എന്ന് അലീന പറയും കേട്ടോ. പിന്നെ ഞാനും ബാലേന്ദ്രനെ ഇവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിനക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നാൽ നീ എന്ത് ചെയ്യും, ഇപ്പോൾ പൈസ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ്, അതിന് അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ, ഓ നിൻ്റെ കയ്യിലപ്പോൾ പൈസ ഉണ്ടോ, എത്ര കാണും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ. അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ലേ, ബാലേന്ദ്രൻ്റെ പേഴ്സിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ 1000 500 ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാതെ പോകുന്നുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ എടുത്തില്ല എന്ന് പറയും. അതിന് നീ എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാതെ തന്നെ നീ എടുത്തില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ഇല്ലയെന്ന് പറയട്ടോ. അപ്പോൾ എനിക്കങ്ങനെ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് എൻ്റെ ശമ്പളത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കും, അന്യൻ്റെ മുതൽ ഞാൻ ആഗ്രഹിക്കാറില്ല എന്ന് പറയൂ കേട്ടോ. മാഡം പറഞ്ഞു വരുന്നതൊക്കെ എനിക്ക് എന്താണെന്ന് മനസ്സിലായി എന്ന് പറയുമ്പോൾ, നീ എൻ്റെ മനസ്സിലുള്ളത് കോപ്പി ചെയ്യാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അലീനയോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ പൈസ പിന്നെ എവിടെ പോയി എന്ന് പറയുമ്പോൾ, മാഡത്തിൻ്റെ മക്കൾ ആരെങ്കിലും എടുത്ത് കാണുമെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് കേട്ടോ വൈജയന്തി. എൻ്റെ മക്കളെ കളിയാക്കാൻ നോക്കണ്ട, നീ ഇങ്ങനെ അവർ നിന്നെപ്പോലെ തന്തയും തള്ളയില്ലാതെ അല്ല വളർന്നത്, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ അച്ഛനും അമ്മയുണ്ട്, അവരെ ഞങ്ങളോട് ചോദിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. അലീന കുറച്ച് സമയം വൈജയന്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ തേങ്ങ ചിരകിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും പിന്നെ ഒരു സംശയം, എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി അവിടെ നിന്ന് ഇങ്ങനെ അലീനയുടെ അടുത്തുനിന്ന് അങ്ങ് തിരിച്ച് പോരുന്നുണ്ടായിരുന്നേ.
പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത്തിന് ആരുടെയോ കോള് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. അപ്പോഴാണ് അലീന അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് രോഹിത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ മാറി നിന്ന് അലീന എന്താ ചെയ്യുന്നതെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന ടെറസിലേക്ക് തുണികൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ എടുത്ത് അലീന അങ്ങനെ തിരിച്ച് വന്ന് ഡോർ അടയ്ക്കുന്ന സമയത്ത് അതേ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് ഇങ്ങനെ വിളിക്കുകയാണ്. അലീനയാണെങ്കിലും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്താണെങ്കിലും ഒരു കള്ളലക്ഷണത്തോടു കൂടിയാണ് കേട്ടോ നിൽക്കുന്നത്. രോഹിത്തിൻ്റെ ഭാവവും മട്ടൊക്കെ കണ്ടിട്ട് എന്തോ അലീനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.